അല്ല, ഞങ്ങൾ ഒരിക്കലും അവരുമായിട്ട് ചർച്ച നടത്തിയെന്നോ അല്ലെങ്കിൽ അവർ UDFന്റെ മുന്നണിയിലേക്ക് വരാമോ എന്നൊന്നും പറഞ്ഞു. ഇന്നും അന്നും ഞങ്ങൾ പറഞ്ഞ ഒരേ വാചകമാണ്, അവർ ഇടതു മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇപ്പം എന്തായാലും KM മാണി സാറിന് ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗവൺമെൻറ് എടുത്ത നല്ല തീരുമാനമാണ്. പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. വരാനിരിക്കുന്ന തലമുറ KM മാണി സാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം വേണം, അവിടെ നല്ല പഠനങ്ങൾ നടക്കണം. തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇല്ലെങ്കിൽ 10 കൊല്ലമായിട്ട് കൊടുക്കാത്ത സ്ഥലം ഇപ്പോൾ കൊടുത്തതിൽ തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുണ്ട്. അത് ഇവർ തന്നെ ചെയ്യണം. കാരണം അദ്ദേഹത്തെ എങ്ങനെയെല്ലാം അപമാനിക്കാൻ ശ്രമിച്ച ആളുകളാണിപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. നരകത്തീയിൽ വെന്തു മരിക്കണമെന്ന് മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ പ്രസംഗിച്ച ആളുകളാണ് CPM നേതാക്കന്മാർ. അപ്പം നരകത്തീയിൽ വെന്തു മരിക്കേണ്ട ഒരാളെന്ന് ശാപവാക്കുകൾ ചൊരിഞ്ഞ KM മാണി സാറിന് തിരുവനന്തപുരത്ത് സ്മാരകം പണിയാൻ അതേ ആളുകൾ സ്ഥലം അനുവദിച്ചതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. അതിന് ഞങ്ങളൊരു നിമിത്തമായി എന്നതിൻ്റെ സന്തോഷം കൂടി അതിൻ്റെ അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട്. അത് അത്രമാത്രം ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. ഒരു തരത്തിലും സ്ത്രീകളെ ആരെ അപമാനിച്ചാലും അത് ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയുള്ളവർ അവർക്ക് പാർട്ടി താക്കീത് കൊടുക്കും. അവരെ പാർട്ടിയിലുണ്ടാവില്ല. അത് വീണ്ടും അവരെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല. ഒരാൾ സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല. ഇപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസിൽ ജോയിൻ ചെയ്തു അല്ലേ? എന്തൊരു സങ്കടമാണ് CPM നേതാക്കന്മാർക്ക്. എത്ര CPM നേതാക്കന്മാർ BJPയിലേക്ക് പോയി, അപ്പോൾ എന്നൊരു വിഷമമില്ല. ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നപ്പോഴാണ് വിഷമം. എന്നിട്ട് AKG സെന്ററിലിരുന്ന് ഓരോരുത്തർ സോഷ്യൽ മീഡിയയിൽ വനിതാ കോൺഗ്രസ് നേതാക്കന്മാർ CPMൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് തെറ്റായ വാർത്ത കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഈ AKG സെന്ററിലിരുന്ന് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യണവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഷാനി മോള് CPMൽ ജോയിൻ ചെയ്യുമെന്നും പറഞ്ഞ് വാർത്ത കൊടുത്തു. ഷാനി മോള് പിതാവ് മരിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. അവരുടെ പിതാവ് മരിച്ചിട്ട് അവർ വീട്ടിലിരിക്കുന്ന അവരെക്കുറിച്ച് പോലും അവരെ അപമാനിക്കുന്ന രീതിയിൽ ഈ AKG സെന്ററിലിരുന്ന് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്നവർ. എന്നെക്കുറിച്ച് എനിക്കൊരു കുഴപ്പമില്ല. 10 കാർഡ് എല്ലാ ദിവസവും ഇടുന്നുണ്ട് എന്നെക്കുറിച്ച്. എന്തൊക്കെയാണ് പറയുന്നത്? ഈ ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് ഞാനെന്നൊക്കെയാണ് എഴുതുന്നത്. അതൊന്നും എനിക്ക് വിരോധമില്ല. എനിക്ക് നല്ല പബ്ലിസിറ്റിയാണ് നൽകുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ എനിക്കത് ഗുണമായിട്ടാണ് പറയുന്നത്. അവർ ഏതെല്ലാം കാര്യങ്ങൾ എനിക്കെതിരായിട്ട് നെഗറ്റീവ് ഇനിയും ഇട്ടോ 10-20 ആക്കാൻ പറ്റുമെന്ന് നോക്കണം ഡെയിലി ഇടുന്ന കാർഡ് എന്നാണ് എനിക്ക് അവിടെ ഇരുന്ന് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, അവിടെ നിയന്ത്രിക്കുന്ന ആളുകളെ നമുക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ അപ്പം തന്നെ രംഗപ്രവേശം ചെയ്ത്, ഇപ്പോൾ കോഴി കട്ടവൻ തലയിൽ പപ്പുണ്ടെന്ന് തപ്പി നോക്കുമെന്ന് പറഞ്ഞ മാതിരിയാണ്. അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗപ്രവേശം ചെയ്ത്. ഇതൊക്കെ നാടകമാണ്. ഐഷ പോറ്റി പോയതിൻ്റെ കടം തീർക്കണത് പിതാവ് മരിച്ച് വീട്ടിൽ ഇരിക്കുന്ന ദുഃഖിതയായിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് CPMൽ ചേരുമെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തിയിട്ടാണ്. അപ്പം ഇനിയിപ്പോൾ ഈ AKG സെന്ററിൽ നിന്ന് കൊടുക്കുന്ന സാധനം, എന്ത് സാധനം ട്രോള് എന്ത് കൊടുത്താലും, എന്ത് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം, നീ ശരി പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല.